ലിനക്സിലെ വർക്കിംഗ് വിത്ത് റെഗുലർ ഫൈൽസ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഫയൽസും ഡയറക്ടറീസും ചേരുന്നതാണ് ലിനക്സ് ഫയൽ സിസ്റ്റം. മുൻപത്തെ ട്യൂട്ടോറിയലിൽ ഡയറക്ടറീസ് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് കണ്ടതാണ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആ ട്യൂട്ടോറിയൽ കാണാം. ഇവിടെ പഠിക്കുന്നത് റെഗുലർ ഫയൽസ് കൈകാര്യം ചെയ്യുന്നത്. മറ്റൊരു ട്യൂട്ടോറിയലിൽ എങ്ങനെ ഒരു ഫയൽ കാട്ട് കമാൻഡ് ഉപയോഗിച്ച് സൃഷ്ടിക്കും എന്ന് കണ്ടു. കൂടുതൽ വിശദാംശങ്ങൾക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു സ്ഥലത്ത് നിന്ന് ഫയൽ മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെ കോപ്പി ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി നമുക്ക് സിപി കമാൻഡ് ഉണ്ട്. എങ്ങനെയാണ് ആ കമാൻഡ് ഉപയോഗിക്കുന്നത് എന്ന് കാണാം. ഒരു ഫയൽ കോപ്പി ചെയ്യാൻ നമുക്ക് ടൈപ്പ് ചെയ്യാം സിപി സ്പേസ് ഒന്നോ അതിലധികമോ ഓപ്ഷൻ സ്പേസ് സോർസ് ഫയലിന്റെ പേര് സ്പേസ് ഡെസ്റ്റിനേഷൻ ഫയലിന്റെ പേര്. ഒന്നിൽ കൂടുതൽ ഫയലുകൾ ഒരേ സമയം കോപ്പി ചെയ്യാൻ നമ്മൾ എഴുതും സിപി സ്പേസ് ഒന്നോ അതിലധികമോ ഓപ്ഷൻ സോർസ് ഫയലിന്റെ പേര് കോപ്പി ചെയ്യേണ്ട ഫയലുകൾ കൂടാതെ ഡെസ്റ്റിനേഷൻ ഡയറക്ടറിയുടെ പേര് എവിടെയാണോ ഈ ഫയലുകൾ കോപ്പി ചെയ്യപ്പെടേണ്ടത്. ഒരു ഉദാഹരണം നോക്കാം. ആദ്യം ടെർമിനൽ തുറക്കുക. ടെസ്റ്റ്1 എന്ന് പേരുള്ള ഒരു ഫയൽ ഹോം ഡയറക്ടറിയിൽ നമുക്കുണ്ട്. ടെസ്റ്റ്1ൽ എന്താണ് എന്ന് കാണാൻ കാട്ട് സ്പേസ് ടെസ്റ്റ്1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്റർ അമർത്തുക. ടെസ്റ്റ്1ൽ എന്താണ് എന്ന് കാണാം. അത് മറ്റൊരു ടെസ്റ്റ്2 എന്ന ഫയലിലേക്ക് കോപ്പി ചെയ്യാൻ സിപി സ്പേസ് ടെസ്റ്റ്1 സ്പേസ് ടെസ്റ്റ്2 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇപ്പോൾ ഫയൽ കോപ്പി ചെയ്യപ്പെട്ടു. ടെസ്റ്റ്2 ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം അത് സൃഷ്ടിക്കണം. എന്നിട്ട് ടെസ്റ്റ്1ലെ കണ്ടന്റ് കോപ്പി ചെയ്യുക. അഥവാ അതുണ്ടെങ്കിൽ ഓവർറൈറ്റ് ചെയ്യപ്പെടുന്നു. കോപ്പി ചെയ്ത ഫയൽ കാണാൻ കാട്ട് സ്പേസ് ടെസ്റ്റ്2 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. വ്യത്യസ്ത ഡയറക്ടറികളിലേക്കും ഡയറക്ടറിയിൽ നിന്നും ഫയലുകൾ കോപ്പി ചെയ്യാം. ഉദാഹരണത്തിന് ടൈപ്പ് ചെയ്യുക സിപി സ്പേസ് homeanirban/arc/demo1 സ്പേസ് homeanirban/demo2 എന്നിട്ട് എന്റർ. ഇതെന്തെന്നാൽ ഫയൽ ഡെമോ1 സോർസ് ഡയറക്ടറി /homeanirban/arc/ൽ നിന്ന് /home/anirban എന്ന ഡെസ്റ്റിനേഷൻ ഡയറക്ടറിയിലേക്ക് ഡെമോ2 എന്ന പേരിൽ കോപ്പി ചെയ്യുന്നു. ഡെമോ2 കാണാൻ ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് /home/anirban എന്നിട്ട് എന്റർ അമർത്തുക. ഡെമോ2 കാണാം. മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം. ഡെസ്റ്റിനേഷൻ ഡയറക്ടറിയിൽ നിങ്ങൾക്ക് ഇതേ പേരിൽ ഫയൽ വേണമെങ്കിൽ ഫയൽ നെയിം സൂചിപ്പിക്കരുത്. ഉദാഹരണത്തിന് ടൈപ്പ് ചെയ്യുക സിപി സ്പേസ് /home/anirban/arc/demo1 സ്പേസ് /home/anirban/ എന്നിട്ട് എന്റർ. ഇത് വീണ്ടും /home/anirban/
arc/ എന്ന് കാണിക്കുന്ന ഡെമോ1 ഫയൽ ഡയറക്ടറി /home/anirban directoryയിലേക്ക് കോപ്പി ചെയ്യുന്നു. ഡെമോ1 എന്ന പേര് തന്നെയാകും. മുൻപത്തെ പോലെ ഡെമോ1 കാണാൻ ടൈപ്പ് ചെയ്യുക ls/home/anirban എന്നിട്ട് enter അമർത്തുക. നിങ്ങൾക്ക് ഡെമോ1 ഫയൽ കാണാം. വീണ്ടും മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം. ഡെസ്റ്റിനേഷൻ ഫയലിന്റെ പേര് കൊടുക്കണ്ടാത്ത മറ്റൊരു അവസരം ഒന്നിൽ കൂടുതൽ ഫയലുകൾ കോപ്പി ചെയ്യേണ്ടപ്പോഴാണ്. നമ്മുടെ ധാരണ ഹോം ഡയറക്ടറിയിൽ 3 ഫയലുകൾ ഉണ്ടെന്നാണ്: ടെസ്റ്റ്1, ടെസ്റ്റ്2, ടെസ്റ്റ്3. ഇപ്പോൾ ടൈപ്പ് ചെയ്യുക സിപി ടെസ്റ്റ്1 ടെസ്റ്റ്2 ടെസ്റ്റ്3 /home/anirban/testdir എന്നിട്ട് enter അമർത്തുക. ഇത് പേര് മാറ്റാതെ 3 ഫയലുകളും ടെസ്റ്റ്1 ടെസ്റ്റ്2 ടെസ്റ്റ്3 എന്ന് ഡയറക്ടറി /home/anirban/testdir ലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ ഫയലുകൾ കോപ്പി ചെയ്തതാണെന്ന് നിങ്ങൾക്ക് കാണാം. ടൈപ്പ് ചെയ്യുക ls/home/anirban/testdir എന്നിട്ട് enter. ടെസ്റ്റ്1 ടെസ്റ്റ്2 ടെസ്റ്റ്3 എന്നിവ ഡയറക്ടറിയിൽ ഉള്ളതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. സിപിയോട് കൂടി പോകുന്ന ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ടവ മാത്രം നോക്കാം. നമുക്കാദ്യം സ്ലൈഡുകളിലേക്ക് തിരിച്ചു പോകാം. ഓപ്ഷനുകളിൽ വലിയ R ആണ് പ്രധാനപ്പെട്ടത്. ഇത് ഡയറക്ടറിയിലുള്ള എല്ലാ ഉള്ളടക്കങ്ങളെയും കോപ്പി ചെയ്യുന്നു. നമുക്കൊരു ഉദാഹരണം നോക്കാം. ടെസ്റ്റ്ഡിർ ഡയറക്ടറിയിലെ എല്ലാ ഉള്ളടക്കങ്ങളും ടെസ്റ്റ് എന്ന ഡയറക്ടറിയിലേക്ക് കോപ്പി ചെയ്യാം. അതിനായി ടൈപ്പ് ചെയ്യുക സിപി ടെസ്റ്റ് എന്നിട്ട് enter. ഔട്ട്പുട്ട് മെസ്സേജിൽ നിങ്ങൾ കാണുന്നത് പോലെ സാധാരണയായി ഏതെങ്കിലും ഉള്ളടക്കം ഉള്ള ഒരു ഡയറക്ടറി സിപി കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കിത് R ഓപ്ഷൻ ഉപയോഗിച്ച് പറ്റും. ഇപ്പോൾ ടൈപ്പ് ചെയ്യുക സിപി R /test എന്നിട്ട് enter അമർത്തുക. ഫയലുകൾ ഇപ്പോൾ കോപ്പി ചെയ്യപ്പെട്ടു. നിലവിലുള്ള ടെസ്റ്റ് ഡയറക്ടറി കാണാൻ ടൈപ്പ് ചെയ്യുക ls എന്നിട്ട് enter അമർത്തുക. ടെസ്റ്റ് ഡയറക്ടറി കാണുന്നതിനാൽ നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം. ടെസ്റ്റിലെ ഉള്ളടക്കം കാണുന്നതിനായി ടൈപ്പ് ചെയ്യുക ls ടെസ്റ്റ് എന്നിട്ട് enter അമർത്തുക. നിങ്ങൾക്ക് ടെസ്റ്റ് ഡയറക്ടറിയിലെ ഉള്ളടക്കം കാണാൻ കഴിയും. സ്ലൈഡുകളിലേക്ക് തിരിച്ചു പോകാം. നേരത്തെ ഉള്ള ഒരു ഫയലിലേക്കാണ് നമ്മൾ ഒരു ഫയൽ കോപ്പി ചെയ്യുന്നതെങ്കിൽ അത് അതിന്റെ മുകളിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്നു. നമ്മളിപ്പോൾ അശ്രദ്ധയോടെ പ്രധാനപ്പെട്ട ഒരു ഫയലിന്റെ മുകളിലേക്കാണ് കോപ്പി ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇതുപോലുള്ളവ ഉണ്ടാകാതിരിക്കാൻ ഉള്ളതാണ് -b ഓപ്ഷൻ. ഇത് നിലവിലുള്ള ഓരോ ഡെസ്റ്റിനേഷൻ ഫയലിന്റെയും ബാക്കപ്പ് ഉണ്ടാക്കുന്നു. നമുക്ക് -i ഇന്ററാക്റ്റീവ് ഓപ്ഷനും ഉപയോഗിക്കാം. ഇത് ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ ഫയലിന് മുകളിൽ കോപ്പി ചെയ്യുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകും. നമുക്കിനി എംവി കമാൻഡ്സ് എങ്ങനെ പ്രവർത്തിക്കും എന്ന് നോക്കാം. ഇത് ഫയലുകൾ നീക്കുന്നതിന് ഉപയോഗിക്കുന്നു. എങ്ങനെ ഇത് ഉപയോഗകരമാകും? ഇതിന് മുഖ്യമായ രണ്ട് ഉപയോഗങ്ങളുണ്ട്.
ഒരു ഫയൽ അല്ലെങ്കിൽ ഡയറക്ടറിയുടെ പേര് മാറ്റാൻ അത് ഉപയോഗിക്കുന്നു. ഇത് ഒരു കൂട്ടം ഫയലുകൾ വ്യത്യസ്തമായ ഡയറക്ടറിയിലേക്ക് മാറ്റുന്നു. നേരത്തെ നമ്മൾ കണ്ട സിപി പോലെ തന്നെയാണ് MVയും. പെട്ടെന്ന് എംവി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ടെർമിനൽ തുറന്നിട്ട് ടൈപ്പ് ചെയ്യുക എംവി ടെസ്റ്റ്1 ടെസ്റ്റ്2 എന്നിട്ട് എന്റർ അമർത്തുക. ഇത് ഹോം ഡയറക്ടറിയിൽ നേരത്തേയുള്ള ടെസ്റ്റ്1 എന്ന ഫയലിന്റെ പേര് ടെസ്റ്റ്2 എന്ന് ആക്കും. അത് അനങ്ങാതെ നേരത്തേയുള്ളതിന്റെ ടെസ്റ്റ്2 മുകളിലേക്ക് ചേർക്കപ്പെടുന്നു. ഒരു ഫയലിന്റെ മുകളിലേക്ക് ചേർക്കുന്നതിന് മുൻപ് മുൻകരുതലുകൾ നമുക്ക് വേണമെങ്കിൽ എംവി കമാൻഡിന്റെ കൂടെ i ഓപ്ഷൻ കൂടി ഉപയോഗിക്കാം. നമുക്ക് അനിർബാൻ എന്ന് പേരുള്ള മറ്റൊരു ഫയൽ ഉണ്ട്. ഇതിനെ ടെസ്റ്റ്2 എന്ന് നവീകരിക്കണമെങ്കിൽ ടൈപ്പ് ചെയ്യുക എംവി i അനിർബാൻ ടെസ്റ്റ്2 എന്നിട്ട് എന്റർ അമർത്തുക. ഒരു മുന്നറിയിപ്പായി ടെസ്റ്റ്2ന്റെ മുകളിൽ ചേർക്കണോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാം. Y പ്രസ് ചെയ്തിട്ട് എന്റർ കൊടുക്കുകയാണെങ്കിൽ ഫയൽ നേരത്തെ ഉള്ളതിന്റെ മുകളിൽ ചേർക്കപ്പെടുന്നു. ഒന്നിൽ കൂടുതൽ ഫയലുകളിൽ നമുക്ക് സിപി പോലെ MVയും ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ ഡെസ്റ്റിനേഷൻ ഡയറക്ടറി ആയിരിക്കണം. മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം. ഹോം ഡയറക്ടറിയിൽ abc.txt pop.txt push.txt എന്നീ ഫയലുകൾ ഉണ്ടെന്ന് കരുതുക. അവയുടെ സാന്നിധ്യം കാണുന്നതിന് എൽഎസ് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. ഇതാണ് pop.txt push.txt abc.txt ഫയലുകൾ. നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം. നമുക്കിപ്പോൾ ഈ മൂന്ന് ഫയലുകളും ടെസ്റ്റ്ഡിർ എന്ന ഡയറക്ടറിയിലേക്ക് മാറ്റണമെങ്കിൽ ടൈപ്പ് ചെയ്യുക എംവി abc.txt pop.txt push.txt എന്നിട്ട് ഡെസ്റ്റിനേഷൻ ഫോൾഡറിന്റെ പേര്, അതായത് ടെസ്റ്റ്ഡിർ, എന്നിട്ട് എന്റർ അമർത്തുക. അവ കാണാൻ ടൈപ്പ് ചെയ്യുക എൽഎസ് ടെസ്റ്റ്ഡിർ എന്നിട്ട് എന്റർ. നിങ്ങൾക്ക് എബിസി പോപ്പ് push.txt എന്നീ ഫയലുകൾ കാണാം. MVയുടെ കുറച്ച് ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. ആദ്യം സ്ലൈഡുകളിലേക്ക് തിരികെ പോകാം. എംവി കമാൻഡിന്റെ കൂടെ തന്നെ b അല്ലെങ്കിൽ -backup ഓപ്ഷൻ ഉണ്ട്. ഡെസ്റ്റിനേഷനിൽ ചേർക്കുന്നതിന് മുൻപ് ഇത് ഓരോ ഫയലുകളെയും ബാക്കപ്പ് ചെയ്യുന്നു. നേരത്തെ കണ്ടതുപോലെ i ഓപ്ഷൻ ഏതൊരു ഡെസ്റ്റിനേഷൻ ഫയലിനെയും ഓവർറൈറ്റ് ചെയ്യുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ആർഎം കമാൻഡ്. ഇത് ഫയലുകൾ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ടെർമിനലിലേക്ക് തിരികെ പോയി എൽഎസ് ടെസ്റ്റ്ഡിർ എന്ന് ടൈപ്പ് ചെയ്യുക. faq.txt എന്ന് പേരുള്ള ഒരു ഫയൽ നമുക്ക് കാണാം. അത് ഡിലീറ്റ് ചെയ്യണമെന്ന് കരുതുക. അതിനായി ആർഎം testdir/faq.txt ടൈപ്പ് ചെയ്തിട്ട് എന്റർ അമർത്തുക. ഈ കമാൻഡ് ടെസ്റ്റ്ഡിർ ഡയറക്ടറിയിൽ നിന്നും faq.txt ഫയൽ നീക്കം ചെയ്യുന്നു. ഫയൽ നീക്കം ചെയ്യപ്പെട്ടോ എന്ന് അറിയാൻ എൽഎസ് ടെസ്റ്റ്ഡിർ എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇനി നമുക്ക് faq.txt എന്ന ഫയൽ കാണാൻ കഴിയില്ല. ഒന്നിൽ കൂടുതലുള്ള ഫയലുകൾക്ക് നമുക്ക് ആർഎം കമാൻഡ് ഉപയോഗിക്കാം.
ടെസ്റ്റ്ഡിർ ഡയറക്ടറിയിൽ എബിസി2 എബിസി1 എന്നീ രണ്ട് ഫയലുകളുണ്ട്. എബിസി1 എബിസി2 എന്നീ ഫയലുകളാണ് നമുക്ക് നീക്കേണ്ടതെന്ന് കരുതുക. ഇതിനായി ആർഎം ടെസ്റ്റ്ഡിർ/എബിസി1 ടെസ്റ്റ്ഡിർ/എബിസി2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്റർ അമർത്തുക. ഇത് ടെസ്റ്റ്ഡിർ ഡയറക്ടറിയിൽ നിന്ന് എബിസി1 എബിസി2 എന്നീ ഫയലുകൾ നീക്കം ചെയ്യുന്നു. അത് നീക്കം ചെയ്തോ എന്നറിയാൻ വീണ്ടും എൽഎസ് ടെസ്റ്റ്ഡിർ എന്ന് ടൈപ്പ് ചെയ്യുക. എബിസി1 എബിസി2 എന്നിവ ഇനി കാണാൻ കഴിയില്ല. മുന്നോട്ട് പോകുന്നതിന് മുൻപ് സ്ക്രീൻ ക്ലിയർ ചെയ്യാം. സ്ലൈഡുകളിലേക്ക് തിരികെ പോകാം. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാൻ RMന്റെ കൂടെ ഫയലിന്റെ പേരെഴുതും. ഒന്നിൽ കൂടുതൽ ഫയലുകൾ ഡിലീറ്റ് ചെയ്യാൻ RMന്റെ കൂടെ ഡിലീറ്റ് ചെയ്യേണ്ട ഫയലുകളുടെ പേര്. ആർഎം കമാൻഡിലുള്ള ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. സംരക്ഷിക്കപ്പെട്ട ചില ഫയലുകൾ ആർഎം ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ f ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കത് നീക്കം ചെയ്യാം. മറ്റൊരു പൊതുവായ ഓപ്ഷൻ R ആണ്. ഈ ഓപ്ഷൻ എവിടെ പ്രയോജനപ്പെടും എന്ന് നോക്കാം. ടെർമിനലിലേക്ക് തിരികെ പോകാം. സാധാരണയായി ആർഎം കമാൻഡ് ഡയറക്ടറികൾ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറില്ല. അതിനുള്ളതാണ് ർമ്ദിർ കമാൻഡ്. പക്ഷേ ർമ്ദിർ കമാൻഡ് ശൂന്യമായ ഡയറക്ടറി മാത്രമേ ഡിലീറ്റ് ചെയ്യാറുള്ളൂ. നമുക്ക് ഒരുപാട് ഫയലുകളും സബ് ഡയറക്ടറികളുമുള്ള ഒരു ഡയറക്ടറിയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനായി നമുക്ക് ആർഎം കമാൻഡ് ഉപയോഗിച്ച് നോക്കാം. ആർഎം കൂടാതെ ഡിലീറ്റ് ചെയ്യേണ്ട ഡയറക്ടറി, അതായത് ടെസ്റ്റ്ഡിർ ടൈപ്പ് ചെയ്തിട്ട് എന്റർ അമർത്തുക. ഔട്ട്പുട്ട് മെസ്സേജിൽ നിന്നും ടെസ്റ്റ്ഡിർ നമുക്ക് ആർഎം ഡയറക്ടറി ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് കാണുവാൻ കഴിയും. പക്ഷേ -rഉം fഉം ചേർത്ത് നമുക്കത് ചെയ്യാം. ആർഎം -rf ടെസ്റ്റ്ഡിർ അമർത്തിയിട്ട് എന്റർ കൊടുക്കുക. ഇപ്പോൾ ടെസ്റ്റ്ഡിർ ഡയറക്ടറി വിജയകരമായി ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞു. അടുത്ത കമാൻഡ് പഠിക്കാൻ നമുക്ക് സ്ലൈഡുകളിലേക്ക് തിരികെ പോകാം. സിഎംപി കമാൻഡ്. ചിലപ്പോൾ ഒരേപോലത്തെ രണ്ട് ഫയലുകൾ ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. ഒരേപോലെയാണെങ്കിൽ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ചില ഫയലുകൾ അവസാന പതിപ്പിൽ നിന്നും മാറിയിട്ടുണ്ടോ എന്നും. ഇതിനും കൂടാതെ മറ്റ് ആവശ്യങ്ങൾക്കുമായി നമുക്ക് സിഎംപി കമാൻഡ് ഉപയോഗിക്കാം. ഇത് രണ്ട് ഫയലുകൾ ഓരോ ബൈറ്റുകളായി താരതമ്യം ചെയ്യുന്നു. ഫയൽ 1ഉം ഫയൽ 2ഉം താരതമ്യം ചെയ്യാൻ സിഎംപി ഫൈൽ1 ഫൈൽ2 എന്ന് എഴുതുക. രണ്ട് ഫയലുകളിൽ കൃത്യമായി ഒരേ ആശയമാണ് ഉള്ളതെങ്കിൽ ഒരു മെസ്സേജും വരില്ല. പ്രോംപ്റ്റ് മാത്രം കാണിക്കുന്നു. ഉള്ളടക്കത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആദ്യത്തെ mismatchന്റെ സ്ഥാനം ടെർമിനലിൽ പ്രിന്റ് ചെയ്യുന്നു. എങ്ങനെയാണ് സിഎംപി പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഹോം ഡയറക്ടറിയിൽ നമുക്ക് സാമ്പിൾ1 സാമ്പിൾ2 എന്നീ രണ്ട് ഫയലുകളുണ്ട്. അതിൽ എന്താണുള്ളതെന്ന് നോക്കാം. കാട്ട് സാംപിൾ1 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. തിസ് ഐഎസ് a ലിനക്സ് ഫൈൽ ടോ ടെസ്റ്റ് തെ സിഎംപി കമാൻഡ് എന്നാണ്. സാമ്പിൾ2ലും വാചകമുണ്ട്. അത് കാണാൻ കാട്ട് സാംപിൾ2 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. അത് ഈ വാചകം തുടരും. തിസ് ഐഎസ് a യുണിക്സ് ഫൈൽ ടോ ടെസ്റ്റ് തെ സിഎംപി കമാൻഡ്. ഈ രണ്ട് ഫയലുകളിൽ നമ്മൾ സിഎംപി കമാൻഡ് കൊടുക്കും. അതിനായി ടൈപ്പ് ചെയ്യുക
സിഎംപി സാമ്പിൾ1 സാമ്പിൾ2 എന്നിട്ട് Enter. സാമ്പിൾ1ഉം സാമ്പിൾ2ഉം തമ്മിലുള്ള ആദ്യ വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നു. മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം. അടുത്തതായി കാണാൻ പോകുന്നത് ഡബ്ല്യൂസി കമാൻഡ് ആണ്. ഇത് ഒരു ഫയലിലുള്ള ക്യാരക്ടർസ്, വേർഡ്സ്, ലൈൻസ് എന്നിവ എണ്ണുന്നതിന് ഉപയോഗിക്കുന്നു. നമ്മുടെ ഹോം ഡയറക്ടറിയിൽ സാംപിൾ3 എന്നൊരു ഫയൽ ഉണ്ട്. ഇതിലെ ഉള്ളടക്കം കാണാൻ നമ്മൾ കാട്ട് സാംപിൾ3 എന്ന് ടൈപ്പ് ചെയ്ത് Enter കൊടുക്കുക. ഇതാണ് സാംപിൾ3യിലെ ഉള്ളടക്കം. ഡബ്ല്യൂസി കമാൻഡ് ഈ ഫയലിൽ ഉപയോഗിക്കാം. അതിനായി ടൈപ്പ് ചെയ്യുക ഡബ്ല്യൂസി സാംപിൾ3 എന്നിട്ട് Enter. ഫയലിന് 6 ലൈൻസും 67 വേർഡ്സും 385 ക്യാരക്ടർസും ഉള്ളതായി കമാൻഡ് കാണിക്കുന്നു. ഇവയൊക്കെയാണ് ഫയലുകളിൽ ഉപയോഗിക്കാവുന്ന ചില കമാൻഡുകൾ. ഇനി ഒരുപാട് കമാൻഡുകൾ ഉണ്ട്. കൂടാതെ നമ്മൾ കണ്ട ഓരോ കമാൻഡുകൾക്കും ഒരുപാട് ഓപ്ഷനുകളുമുണ്ട്. മാൻ കമാൻഡ് ഉപയോഗിച്ച് അവയൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.